വസ്ത്രധാരണ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്, അല്ലെങ്കിൽ അവൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് കരുതി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും കാണിക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന രേണുസുതി അമ്മച്ചിയുടെ പുതിയ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും നാളും നിക്കർ അമ്മച്ചി എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് എൻ്റെ വായിൽ വേറെന്തൊക്കെയാണ് വരുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും എൻ്റെ ശരീരത്തിലുള്ളതൊക്കെ നാട്ടുകാരെ കാണിച്ചേ ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞ് നടക്കണ ഈ മോളുടെ അടുത്ത് പിന്നെ എന്തുവാടെ മര്യാദയ്ക്ക് സംസാരിക്കേണ്ടത്? ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വന്നിട്ട് ഈ വീഡിയോ കാണാൻ നിൽക്കേണ്ട. കാരണം ഞാൻ എന്തൊക്കെ വിളിച്ചു പറയാം എന്നുള്ളത് എനിക്ക് തന്നെ ഓർമ്മയില്ല. അമ്മാതിരി ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോ ആണ് അമ്മച്ചിക്ക് ഇപ്പം കുറച്ച് നാളായിട്ട്. ഇങ്ങനെ സീറ്റ് ബെൽറ്റൊക്കെ താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ എന്തിനാ അമ്മച്ചി നീ അത് ഇട്ടുകൊണ്ടോ നടക്കുന്നത്? അഴിച്ചിട്ട് നടന്നൂടെ? ആരേലും നിർബന്ധിച്ചോ നിന്നെ ഇടാൻ വേണ്ടിയിട്ട്? സീറ്റ് ബെൽറ്റ് താഴ്ത്തി കാണിച്ചു കൊടുക്കണ്ട, നീ ഇടണ്ട, നീ ഇടാതെ കാണിച്ചു കൊടുക്കടി. പിന്നെ ഒന്ന് ആലോചിക്കുമ്പം എല്ലാം സുധിച്ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി കൊണ്ടൊന്നും പറയിക്കുന്നില്ല. ഇവളുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഒന്ന് കാണണം. ആഹാ, കാണിക്കുന്നതിൽ കുഴപ്പമില്ല, ആൾക്കാരെ വിളിച്ച് പറയുമ്പോഴാണ് തള്ളയ്ക്ക് ഇരിക്കാപ്പുറത്തി. അമ്മച്ചിക്ക് സപ്പോർട്ടായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയും കൂടെ കണ്ടിട്ട് അമ്മച്ചിക്കുള്ള സപ്പോർട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. ആ സപ്പോർട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കാണാം. ആരുടെ മുമ്പിൽ കൈ നീട്ടാതെയും വേറെ രീതിയിലും പോവാതെ അവർ കാശുണ്ടാക്കി ഓരോ റീൽസും ചെയ്ത് കാശുണ്ടാക്കി നമുക്കെന്താ എതിരഭിപ്രായം? അവരവരുടെ പാട്ടിന് വിട്, അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യട്ടെ, ഞാൻ ചെയ്യുന്ന നിലപാട് ഞാൻ നടക്കും. ഇതൊക്കെ നമ്മൾ വ്യക്തിപരമായ ഒരു അഭിപ്രായങ്ങളാണ്. അതൊന്നും ആർക്കും തടസ്സം നിൽക്കാൻ യാതൊരു അധികാരവും ആർക്കും ഇല്ല. അതവർ ചെയ്തു. ഇവരെങ്ങനെ വേണേലും ജീവിച്ചോട്ടെ, പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഓരോ തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ എന്തായാലും ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും. ഇപ്പം തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നല്ലോ, വേറൊരു രീതിയിലും കാട്ടിക്കൂട്ടാത്ത മാന്യമായിട്ട്. ആ മാന്യതയാണ്. തുണിയുടെ അളവൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനിയും സപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോഴേ ഈ തുണിയുടെ അളവൊക്കെ കുറയുന്നത് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ശാന്തിവള ദിനേശൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നായിരുന്നല്ലോ, അന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതാ. പക്ഷേ ഇവരുടെ ഈ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ ശാന്തിവള ദിനേശൻ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത്. രേണുഅമ്മച്ചിയുടെ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് കാണണം. ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സേ, മിയോ പല്ലി മീശയില്ല പല്ലി. അതിന് രേണു കൊടുത്ത മറുപടിയാണ് പല്ലി നിൻ്റെ തന്ത. ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും? ഒരു മോശപ്പെട്ട കാര്യവും ചെയ്യുന്നില്ല, മറ്റുള്ളവർ എന്നെ മോശപ്പെട്ടവളാക്കി തീർക്കുന്നു എന്ന് പറയുന്ന രേണുസുതിയോടാണ് എൻ്റെ ചോദ്യം. വീഡിയോയുടെ തുടക്കത്തിൽ എന്തിനാണ് സീറ്റ് ബെൽറ്റ് മാറ്റി കാണിച്ചതെന്ന് മനസ്സിലായില്ല. ജീവിച്ച് കാണിക്കുന്നു, ഇൻഡോ മാർക്കറ്റിട്ട് കാണിച്ച് ജീവിക്കുന്നു. കഷ്ടം തന്നെ. ഇപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാണിച്ച് ജീവിക്കുന്നവരൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ലടേ. ഇമാതിരി കാര്യങ്ങൾ കാണിക്കുമ്പോൾ ആരാണേലും പറഞ്ഞു പോവും. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ അത് കുറഞ്ഞു. ഇങ്ങനെയുള്ള സീനൊക്കെ കാട്ടി ഉള്ള വില കളയരുത്. ആര് നിൻ്റെ തള്ളയോ പോടാ. രേണുസുതിന മറുപടിയാ, കഷ്ടം. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി. സത്യം, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണ് രേണുസുതി കാട്ടിക്കൂട്ടുന്നത്. നിങ്ങളത് കാണാതെ പോവരുത്. അങ്ങനെ ഒന്ന് അവിടെ ഉണ്ടെന്ന് കാണിച്ചു തന്നതല്ലേ മാഡം. കൊള്ളാം. അക്ഷരം തെറ്റാതെ വിളിക്കാം. പടക്കം. നിങ്ങളതിൻ്റെ വേറൊരു അർത്ഥം ഉണ്ടല്ലോ, ആ അർത്ഥം നിങ്ങളങ്ങോട്ട് പൂരിപ്പിച്ചോ. ശവം. സീറ്റ് ബെൽറ്റ് മാറ്റണ്ട, അവിടെ ഇരിക്കട്ടെ. എല്ലാം സുധിച്ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി. നിങ്ങൾ ഈ കാണിച്ച് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, ആൾക്കാർ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പൊള്ളുന്നുണ്ട്. നിർത്തിപ്പൊക്കോടെ. എന്തിനാ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജന്മം എടുത്തൊരു സാധനം രേണുസുതി. ഇങ്ങനെയൊക്കെയാ പറയാൻ പറ്റത്തുള്ളടേ. ഓരോന്ന് പോകുന്നിടത്തും വരുന്നിടത്തൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പറയിക്കും. സ്വന്തം ഭർത്താവ് മരിച്ച ഡേറ്റ് പോലും ഓർമ്മയില്ല. അതൊക്കെ മീഡിയക്കാരനോട് ചോദിക്കുക. ഇന്ന ഡേറ്റിലല്ലേ, ആവശ്യം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് വെച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നിക്കാണും.
അതിൻ്റെ പിറകെ ഓരോന്ന് കാണിച്ചുള്ള റീൽസും കാണിച്ചേ ഞാൻ ജീവിക്കും എന്നുള്ള പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സ്ത്രീ. കഷ്ടം. എങ്ങനെ ഇൻസ്റ്റാഗ്രാമിലാണേലും യൂട്യൂബിലാണേലും ട്രെൻഡിങ് നിൽക്കാം എന്നാണ് അമ്മച്ചിയുടെ സെർച്ചിങ് എന്ന് തോന്നുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം അപരാധം കാണിച്ചു കൂട്ടുന്നതിലൊക്കെ ഒരു പരിധിയില്ലേ. ആൾക്കാർ ചോദിക്കുന്നതിന് വല്ല തെറ്റുണ്ടോ? കാണിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ രേണുസുതി. ഇത്രയും നാളെ നിക്കറമ്മച്ചി എന്നുള്ള പേര്, ഇനിയിപ്പം അവിടെ എങ്ങാണ്ട് സിലിക്കോൺ ഇഞ്ചക്ഷൻ എടുത്തതാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ കണ്ടായിരുന്നു. കഷ്ടം. എന്നിട്ട് ആൾക്കാർ പറയുമ്പം അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് റിപ്ലൈ കൊടുക്കുകയാണ് രേണുസുതി. കമൻസ് ഞാൻ നോക്കാറില്ല, വീഡിയോസ് ഞാൻ കാണാറില്ല, പക്ഷെ റിപ്ലൈ ഇടും. തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് റിപ്ലൈ ഇടും. നാണം ഇല്ലാത്തൊരു സാധനം. കഷ്ടം. എന്തിനാ കഷ്ടപ്പെട്ട് സീറ്റ് ബെൽറ്റ് മാറ്റുന്നേ? ആ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ മൊത്തം അഴിച്ചു വെച്ചിട്ട് അങ്ങ് നടക്ക്, പ്രശ്നം അങ്ങ് തീർന്നില്ലേ? ശരിയെന്നാ, നാണം കെട്ടങ്ങ് ജീവിക്കുക.